പ്രശാന്ത് സർ, പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്തകളൊന്നും ഒട്ടും ശുഭകരമല്ല അവർക്ക്. കാരണം നമുക്കറിയാം, പാകിസ്ഥാൻ സൈനിക മേധാവിയെക്കുറിച്ച് യാതൊരു സൂചനകളും ലോകത്ത് ഒരു രാജ്യത്തിനും ലഭ്യമല്ല. എവിടെയാണെന്ന് അറിയില്ല, എന്ത് ചെയ്യുന്നു എന്നറിയില്ല. പക്ഷേ മുന്നൊരുക്കങ്ങൾ നടത്തുന്നു, ഞങ്ങൾ ഇന്ത്യക്കെതിരെ വലിയ സന്നാഹം ഒരുക്കുന്നു എന്ന് വലിയ വായിൽ പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രിയൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ വന്ന് ഇടയ്ക്ക് പറഞ്ഞും ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഇവർക്ക് എന്താ പറയാ, ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ പാകിസ്ഥാനിൽ വേണ്ടപ്പെട്ട കെൽപ്പുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവര് തന്നെ കൈമലർത്തുന്ന കാഴ്ച. നമ്മുടെ മുൻ പാക് പ്രധാനമന്ത്രിയായ നവാസ് ഷെരീഫ് പോലും പാകിസ്ഥാനിലെ നിലവിലെ പ്രധാനമന്ത്രിയെ ഉപദേശിക്കുകയാണ്, ഇന്ത്യയുമായി ഒരു യുദ്ധത്തിന് മുതിരരുത് എന്ന്. ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് മൂപ്പർക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ അതിപ്പോഴും പാകിസ്ഥാനിലെ ചില ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പം എന്റെ ഒരു സംശയം, ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്ന് നമ്മളോട്, ഇന്ത്യയോട് ആര് യുദ്ധം ചെയ്യും? ഇപ്പൊ നമ്മളാളിനെ കൊണ്ടുവച്ച് യുദ്ധം ചെയ്യേണ്ട അവസ്ഥയാണ് അപ്പൊ വാർത്തകളൊക്കെ പരിശോധിക്കുമ്പോൾ വരുന്നത്. പിന്നെ ഇപ്പൊ പാകിസ്ഥാനിലെ മുനീർ എന്ന് പറഞ്ഞവൻ ആദ്യം വലിയ വാചകം അടിച്ച് നമ്മൾ രണ്ട് രാജ്യമാണ്, ഇന്ത്യയിൽ ഹിന്ദുക്കളാണ്, അവനെ കാച്ചണം ഇവനെ കാച്ചണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടായി ഈ പറഞ്ഞ പാൽഗാം ഭീകരാക്രമണം ഉണ്ടായി. ഇപ്പൊ ഇവനെ കാണാനില്ല. ഇവൻ ആദ്യമേ ഇവന്റെ പെണ്ണും പിള്ളേം പിള്ളേരെ അവിടെ കൊണ്ട് വിട്ടെന്നുള്ളൊരു വിവരം കിട്ടിയായിരുന്നു. ഇപ്പൊ ഇവനെ 2 ദിവസം കൊണ്ട് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ തിരക്കിക്കൊണ്ടിരിക്കുക. പാകിസ്ഥാനിൽ ഒരു കാര്യത്തിനകത്ത് ഇവനില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് പഴയ ഒരു പരേഡിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടുത്തെ പ്രതിരോധ മന്ത്രി എന്ന് പറഞ്ഞവന് ഈ ട്വിറ്റർ ഹാൻഡിലും ഒക്കെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇട്ടെന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ ഇയാളെ കാണാനില്ല. മുനീർ എന്ന് പറയുന്ന കരസേനാ മേധാവി, അവിടുത്തെ പട്ടാള മേധാവിയെ കാണാനില്ല. ബംഗറിലാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നി ഖമേനിയെ അനുകരിക്കുവാന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ ഈ ഇറാനിലെ ഖമേനി രണ്ടാമത്തെ അറിയാമല്ല, 100ഓളം ഇസ്രായേൽ വിമാനങ്ങൾ കയറി അന്ന് ഒരു അടി അടിച്ചു നിർത്തി. അന്ന് തൊട്ട് ഈ ഖമേനി എന്ന് പറയുന്നത് സ്വരം മാത്രമേ ഉള്ളൂ, അവനെ വെളിയിലില്ല. ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പോലും അറിയത്തില്ല. ഇവനെ ഇപ്പം ഈ പറയുന്ന ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടാണെന്ന് അറിയത്തില്ല. ചിലരൊക്കെ, എല്ലാരും സംശയം പറയും. ചിലരൊക്കെ പറയുന്നു നാട് വിട്ടിട്ടുണ്ട്, രാജ്യത്തില്ല, വിദേശത്ത് പോയിട്ടുണ്ട്. ചില ആൾക്കാർ പറയുന്നുണ്ട് ഇവനെ അജ്ഞാതൻ തൂക്കി. ഏതായാലും എന്തോ സംഭവിച്ചിട്ടുണ്ട്, വെളിയിലില്ല. അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്നത് പോലെ അല്ല പാകിസ്ഥാനിലെ അവസ്ഥ. പാകിസ്ഥാനിൽ ഇന്നലെ ഈ ഒരു മന്ത്രിമാർ ഉൾപ്പെടെ രാജിവെച്ചുകൊണ്ടിരിക്കുകയാണ്. വാർത്ത ശരിയാണെന്ന് വരുന്ന രീതിയിൽ ഔദ്യോഗിക പ്രഖ്യാപനമില്ല. അതായത് ഈ പറയുന്ന വിദേശകാര്യ മന്ത്രി ഉൾപ്പെടെ രാജിവെച്ചു. ഈ വിദേശകാര്യ മന്ത്രി രാജിവെച്ചു. കഴിഞ്ഞ ദിവസം പിന്നെ പ്രതിരോധ മന്ത്രി ഉണ്ടായിരുന്നല്ലോ. ഈ പ്രതിരോധ മന്ത്രിയായി 130 എണ്ണം പുള്ളി എടുത്ത് ഇങ്ങോട്ട് തിരിച്ചു വെച്ചേക്കുന്നു. ഈ അണവായുധം ഇങ്ങോട്ട് തിരിച്ചു വെച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം UN-ൽ നമ്മള് ഇവരെ തെമ്മാടി രാജ്യമാണ്, അത്തരത്തിലുള്ള രാജ്യം, ഈ രാജ്യത്തുടനീളം ഭീകരത വിതയ്ക്കുന്ന രാജ്യമാണെന്ന് നമ്മുടെ പ്രതിനിധിയായിട്ടുള്ള ഈ മഹദി അവിടെ പറഞ്ഞപ്പോൾ അത് പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പറഞ്ഞതാണ് ഏറ്റവും അവസാനം ഉപയോഗിക്കേണ്ടി വരുവാണെങ്കിൽ ഉപയോഗിക്കാം ആണവായുധം എന്നേ പറഞ്ഞിട്ടുള്ളെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തിരുത്തലൊക്കെ വരുത്തിയിട്ടുണ്ട്. ഈ ആണവായുധം അവന്റെ കയ്യിലുണ്ട്, കാര്യം ശരിയാ. ഇവിടെ പടക്കം ദീപാവലി ആഘോഷത്തിന് വെച്ചേക്കുവല്ല. ആണവായുധം പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ട് ഇടാനുള്ള സംവിധാനം ഉണ്ടാവണം. ഇയാൾ ഈ മുറിവീടി കത്തിച്ച് വിടുന്നത് പോലുള്ള സാധനമാ ആണവായുധം എന്നുള്ള രീതിയിലാണ് ഇവന്റെ ഒരു പറച്ചിൽ കേട്ട. 130 എണ്ണം ഇങ്ങോട്ട് തിരിച്ചു വെച്ചേക്കും. അപ്പൊ ബാക്കി അങ്ങോട്ട് തിരിച്ചു വെച്ചേക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. അപ്പം എന്തു പറഞ്ഞാലും 5000-ഓളം പട്ടാളക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നിന്ന് പലായനം ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ പട്ടാള മേധാവികൾ, മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ പട്ടാളത്തിൽ നിന്ന് രാജിവെച്ച് വെളിയിൽ പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അവിടെ തന്നെ നേരത്തെ ഞാൻ ഒരു ടോക്കിനകത്ത് പറഞ്ഞതുപോലെ പട്ടാളക്കാർ പട്ടാളത്തിനകത്ത് നടത്തുന്ന അഴിമതി കൊണ്ട് സ്വയം കോടീശ്വരന്മാരായി പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ഏതൊരവസരത്തിലും മറ്റ് രാജ്യങ്ങൾ, ലണ്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പോയി താമസിക്കാൻ അവിടെ വലിയ വലിപ്പത്തിൽ ഈ പറയുന്നത് പോലെ സംവിധാനങ്ങൾ ഉണ്ടാക്കി ഇരിക്കുന്ന ഇപ്പോഴത്തെ നിലവിലെ മുനീർ ഉൾപ്പെടെ മുൻ പട്ടാള മേധാവികളെല്ലാം ഈ പറഞ്ഞ അഴിമതിക്കാരായിട്ട് വിദേശ രാജ്യങ്ങൾ അവരുടെ കുടുംബത്തെ താമസിപ്പിക്കത്തോണം. പല കുടുംബങ്ങളും ഈ പറയുന്ന പോലെ അവിടെ തന്നെയാണുള്ളത്. ഇവർ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ബിസിനസ്സുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ അവിടുത്തെ പട്ടാള മേധാവികൾ, നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാർ, പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഇരിക്കുന്നവർ പലരും രാജിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാധാരണ പട്ടാളക്കാർ 5000-ഓളം രാജിവെച്ചിട്ടുണ്ട്. പട്ടാളക്കാർ പലായനം ചെയ്യുന്നു, ഒക്കുന്നവർ ആ രാജ്യത്ത് നിന്ന് പലായനം ചെയ്യുന്നു. ഈ മുനീർ പോലും എവിടെയാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ. അജ്ഞാതന്റെ കയ്യിലാണോ എന്നൊക്കെ വിദേശ രാജ്യങ്ങൾ ചോദിക്കുന്ന ഒരവസ്ഥ.
മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ അനിയനാണല്ലോ ഇപ്പൊ അവിടുത്തെ പ്രധാനമന്ത്രി. അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ പറയുന്ന നവാസ് ഷെരീഫുമായിട്ട് ഇദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇപ്പോഴത്തെ പാക് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ചേട്ടനുള്ള ഒരു അനുഭവം വെച്ചിട്ട് ചേട്ടൻ പറഞ്ഞ മോനെ ചുമ്മാതെ കളിക്കാൻ നിൽക്കരുത്, അടിയുണ്ടാക്കാൻ പോവരുത്, അടിയുണ്ടാക്കാൻ പോയാൽ ഉള്ള പ്രധാനമന്ത്രി പദം എന്നുള്ള ഒരു പദവും കൂടെ പോയിട്ട് ആവശ്യമില്ലാതെ പണി മേടിച്ച് ഭണ്ഡാരം അടങ്ങുമെന്ന് കണ്ട രീതിയിലാണ് സംസാരിച്ചത്. ഞാൻ എന്റെ നാടൻ ഭാഷയിൽ പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹത്തെ ആശുപത്രി പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന അവസ്ഥയല്ല. പാകിസ്ഥാന്റെ കയ്യിലെങ്ങും ഒരു മാങ്ങാത്തൊലിയും ഇല്ല, വിമാനമില്ല, കപ്പലില്ല, പട്ടാളമില്ല, സംവിധാനമില്ല. ഇപ്പൊ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നലെ വെള്ളം കൂടെ തുറന്നുകൊണ്ട് ഉള്ളത് കൂടെ ഒരു അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഒലിച്ചുപോയി. മാത്രമല്ല ആഭ്യന്തര വിഷയങ്ങൾ അതിനകത്ത് വലിയ പ്രശ്നമില്ല. ഇപ്പൊ ആഭ്യന്തര വിഷയം രൂക്ഷമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ ചെന്നിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ ചെന്ന് അവിടുത്തെ നമ്മുടെ ഇന്ത്യൻ പ്രതിനിധി അവിടെ ചെന്നിട്ട് അവരുമായിട്ട് സംസാരിക്കും. നമ്മൾ സംസാരിക്കുന്ന ട്രേഡിങ്ങിന്റെ കാര്യമാണ്, അല്ലെങ്കിൽ നമ്മളെ വിദേശ നയമാണെന്നൊക്കെ പറയുമെങ്കിൽ ഇപ്പൊ സംസാരിക്കാൻ പോയത് എന്തിനാണെന്നുള്ള കാര്യത്തെ പറ്റി അറിയാമല്ലോ. അപ്പം ആ രീതിയിലേക്കാണ്. അപ്പൊ ചൈനയെ ഒന്ന് സഹായിക്കാൻ 2-3 മിസൈലും ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നലെ റഷ്യ വിളിച്ചിട്ട് പറഞ്ഞ് ആവശ്യമില്ലാത്ത പണിക്ക് വെക്കേണ്ട. ഇന്ന് പരസ്യമായിട്ട് റഷ്യൻ വിദേശകാര്യ മന്ത്രി വിദേശകാര്യ വക്താവ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വേണ്ടി വന്നാൽ ഇന്ത്യയുടെ കൂടെ യുദ്ധം ചെയ്യും. അപ്പൊ ഇതേ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ അവർക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചാൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. പണ്ട് അടിച്ച സമയത്ത് ഉണ്ടാകുന്ന ബലം ഇപ്പൊ അവർക്കില്ല. അപ്പം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഒരടിയോ അല്ലെങ്കിൽ ഭീകരരുടെ താവളങ്ങളോ ഒന്നോ രണ്ടോ മിസൈൽ ഇട്ടിട്ട് ബോംബിട്ടിട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ തലസ്ഥാനത്തായിരിക്കും അടിക്കാൻ പോകുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പാകിസ്ഥാന്റെ തലസ്ഥാനത്തു നിന്ന് അടി തുടങ്ങുന്ന രീതിയിലേക്കാണ് അവർക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉള്ളത്. അതുകൊണ്ടാണ് ഭീഷണി മുടക്കിയ അന്ന് തന്നെ തലസ്ഥാനത്ത് ഉൾപ്പെടെയുള്ളവർ സൈനിക ശക്തി വർദ്ധിപ്പിച്ച്, അല്ലെങ്കിൽ ഈ പറയുന്ന 144 പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയുള്ളത്. അപ്പൊ ഈ പറഞ്ഞ ഇപ്പം അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പട്ടാള മേധാവി ഇല്ല, വിദേശകാര്യ മന്ത്രിയുടെ നയതന്ത്രം മോശമാണെന്നുകൊണ്ട് അദ്ദേഹം സ്വന്തമായിട്ട് രാജിവെച്ചെന്ന് പറഞ്ഞാലേ മന്ത്രി അല്ലെങ്കിൽ മന്ത്രി അല്ലെന്നേ ഉള്ളൂ. ആദ്യമേ മന്ത്രിമാരുടെ ഒക്കെ അടുത്തോട്ട് മിസൈലും വലിയ വെടിയുടെ അജ്ഞാതനും ഒക്കെ വരുന്നതെന്ന് അറിയുമ്പോൾ ഇവരെല്ലാം അങ്ങനെ ഭയന്നിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഇസ്രായേലിന്റെ ഒരു ഇടപെടിയിൽ ഭയങ്കരമായിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഇടപെടിയിൽ അവിടുത്തെ ഒരു യുദ്ധതന്ത്രമാണ് ഇവിടെ എടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്ലാനിങ് നടക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ഒരു വാർത്തയും കാര്യങ്ങളും ഒക്കെ അന്താരാഷ്ട്ര ലെവലിൽ തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം അവിടെ അവർ ചെയ്തത് എന്താണെന്നറിയോ? ആദ്യമേ ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യമേ ഇറാന്റെ പ്രസിഡന്റിനെ തന്നെ കാച്ചു. ഒരു ഹെലികോപ്റ്റർ അപകടം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പട്ടാള മേധാവികളെയും പ്രധാനപ്പെട്ട ഒഫീഷ്യൽസിനെ ഉൾപ്പെടെ ഏതാണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരുടെ കണക്കെടുത്താൽ തന്നെ ഏതാണ്ട് 60-67 പേരെ ആദ്യം കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെ അതിനുശേഷമാണ് ഈ പേജർ സ്ഫോടനവും അല്ലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലേക്ക് യുദ്ധം. കാരണം ആരാണ് ഇതുപോലെ ഇതിന്റെ പ്രധാനപ്പെട്ട ഇതിന് നേതൃത്വം കൊടുക്കുന്നു, അല്ലെങ്കിൽ പ്രോക്സികൾക്ക് നേതൃത്വം കൊടുക്കുന്നത്, യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നത്, ആ രാജ്യത്തിന്റെ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ നിൽക്കുന്നത് അവരെ ആണ് ആദ്യ തട്ടുന്നത്. അപ്പൊ പിന്നെ യുദ്ധം ചെയ്യാൻ ആളില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുമല്ലോ. പിന്നെ യുദ്ധം ചെയ്താൽ തന്നെ ആ യുദ്ധം എത്രത്തോളം വിജയിക്കും. അപ്പൊ അത് ഇവിടുത്തെ ആൾക്കാർക്ക്. അതുകൊണ്ടാണ് ഈ മുനീർ ഉൾപ്പെടെയുള്ള ഒരു വാചകം അടിച്ചിട്ട്, അല്ലെങ്കിൽ മുങ്ങുന്ന അവസ്ഥ, അല്ലെങ്കിൽ ബങ്കറിൽ കയറിയിരിക്കുന്ന അവസ്ഥ, ബങ്കറിലുണ്ടെങ്കിൽ കയറിയിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ രാജ്യം വിട്ടുപോകുന്ന അവസ്ഥ, പ്രധാനപ്പെട്ട പട്ടാള മേധാവികള് അല്ലെങ്കിൽ ഈ ഭീകരവാദികളെ നിയന്ത്രിക്കുന്നതിനും അവർക്ക് വേണ്ട സഹായങ്ങളും കാര്യങ്ങളും ഒരുക്കുന്നതിനും ഒക്കെ ഈ റിട്ടയർഡ് സൈനികർ ഉൾപ്പെടെയുള്ളവർ ഈ പറയുന്ന പാകിസ്ഥാനിലെ അവരുടെ ഒരു സഹായമുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ഇടപെടലുണ്ട്. അതിനകത്ത് ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പൊ അവരൊക്കെ ഈ പറയുന്ന ഗവൺമെന്റിനെ കൊള്ളയടിച്ചും നാടിനെ കൊള്ളയടിച്ചും പട്ടാളത്തിനകത്ത് നിന്നിട്ട് അതിന്റെ വരുന്ന ഫണ്ടുകൾ കൊള്ളയടിച്ചും കോടീശ്വരന്മാരായിട്ടുണ്ട്. ഇവരെല്ലാം വിദേശത്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ രീതിയിലേക്ക് എന്തുവായാലും അവർക്കറിയാം യുദ്ധം ജയിക്കത്തില്ല. അപ്പൊ ഇന്ത്യയുടെ ആക്രമണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉറവിടത്തെ മണ്ണ് ഉറവിടം എവിടാണോ ആ മണ്ണ് പോലും ഇല്ലായ്മ ചെയ്യുമെന്നാണ് ബീഹാറിൽ ഈ പറഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. ഈ പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദിയെ ചുമ്മാതെ വാചകമടിക്കുന്ന ഒരാളായിട്ട് ആരും കാണുന്നില്ല. കാരണം അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞാൽ അത് അതുപോലെ നടത്തിയെടുക്കുകയും ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള ഒരാളാണ്. വീട് കയറി അടിക്കുമെന്ന് പണ്ട് പറഞ്ഞപ്പോഴാണ് ബാലാക്കോട്ട് ഭീകരാക്രമണത്തിന് തിരിച്ചടി കൊടുത്തത്. അന്ന് അറിഞ്ഞതാണ് അവർക്കൊന്നും പറ്റിയില്ലെന്ന് ഗമയ്ക്ക് വേണ്ടി പറയുന്നതും, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭീകര കേന്ദ്രങ്ങളിലൊന്നും സംഭവിച്ചില്ലെന്ന് പറയുന്നതും, അതിന്റെ കൂടെ രാഹുൽ ഗാന്ധി അയ്യോ ഒന്നും പറ്റിയില്ലേ തെളിവ് കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞെങ്കിലും അടി കിട്ടിയോന്നറിയാമല്ലോ അതിന്റെ വേദനയും അതിന്റെ പ്രഹരവും ഒക്കെ. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പം അതിന്റെ പ്രഹരം അത് ആദ്യം അനുഭവിക്കേണ്ടത് ഈ പറയുന്ന പട്ടാള മേധാവികളും അല്ലെങ്കിൽ പട്ടാളക്കാരും ഒക്കെയാണ്.
എന്നുള്ളത് അറിയാം. അതുകൊണ്ട് അവർ ഒരുപക്ഷെ നാട് വിട്ടിരിക്കാൻ, മന്ത്രിമാർ രാജിവെച്ചിരിക്കാം, പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ നെഞ്ചുവേദനയായിട്ട് ആശുപത്രി കിടന്നിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്ന റിപ്പോർട്ട്. ഈ നീതു ആദ്യം പറഞ്ഞതുപോലെ ഇനി യുദ്ധം ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നാൽ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ എനിക്ക് തോന്നുന്നു നമ്മളുടെ ആൾക്കാരെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് നമ്മുടെ പട്ടാളത്തോട് തന്നെ യുദ്ധം ചെയ്യിക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. പട്ടാളക്കാരും അല്ലെങ്കിൽ യുദ്ധം ചെയ്യിക്കേണ്ട ആൾക്കാരും അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും പ്രധാനമന്ത്രിയും ഒക്കെ ആശങ്കയിലാണ്. എങ്ങനെയും ഒന്ന് നിർത്തിത്തരണേ. ആര് നിർത്തും, ആര് പറയും? ഇതാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും ചൈനയുടെയും തുർക്കിയുടെയും ഒക്കെ ഒരു പിന്തുണ ലഭിച്ചപ്പോൾ പാകിസ്ഥാൻ ഒന്ന് ഒരു സ്വപ്നം കണ്ടിരിക്കാം. ഇന്ത്യയുമായ ഒരു യുദ്ധം, അതിൽ പാകിസ്ഥാൻ ജയിച്ചേക്കും എന്നൊക്കെയുള്ള ഒരു സ്വപ്നം കണ്ടിരിക്കാം. പക്ഷെ ആ സ്വപ്നത്തിന് മേൽ കരിനിഴൽ വീണിരിക്കുന്നു. അത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് പാക് പ്രധാനമന്ത്രി ഉൾപ്പെടെ നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിലാണെന്ന വാർത്തയും പുറത്തു വരുന്നത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.